നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികൾ പിടിയിലായിട്ടുണ്ടായിരുന്നു. വലിയൊരു അപകടമാണ് ഒഴിഞ്ഞുപോയത്. ഏതായാലും പ്രതികളുടെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. പോസ്റ്റ് മുറിച്ച് അത് ആക്രിയാക്കി വിറ്റ് പണമുണ്ടാക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നും അതിനുവേണ്ടിയാണ് പോസ്റ്റ് പാളത്തിൽ കൊണ്ടുപോയി വെച്ചതെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ പോസ്റ്റിന്റെ കാസ്റ്റ് അയൺ ഭാഗം എടുക്കുന്നതിനായിട്ടാണ് ഇത്തരത്തിൽ ട്രാക്കിന് കുറുകെ ഈ ടെലിഫോൺ പോസ്റ്റ് ഇട്ടതെന്നാണ് പ്രതികൾ നൽകിയിട്ടുള്ള മൊഴിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ട്രെയിൻ കടന്നു പോകുമ്പോൾ പോസ്റ്റ് മുറിയുമെന്ന ധാരണയിലാണ് കൊണ്ടുവച്ചതെന്നും പിടിയിലായവർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര വലിയൊരു അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയായിരുന്നു. കഷ്ടിച്ച് ചില ആളുകൾ അത് പെട്ടെന്ന് കണ്ടെത്തിയത് മൂലം രക്ഷപ്പെട്ടു പോയത്. ഏതായാലും മുൻപും ഇവർക്കെതിരെ ക്രിമിനൽ കേസുകൾ ഉള്ളതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. കുണ്ടറ സ്വദേശി രാജേഷ്, പെരുമ്പുഴ സ്വദേശി അരുൺ എന്നിവരാണ് പിടിയിലായിട്ടുള്ള പ്രതികൾ. പോലീസിനെ ആക്രമിച്ച കേസിൽ പ്രതിയാണ് ഇതിൽ ഒരാൾ. പ്രതികളുടെ മൊഴി എടുത്തുവെങ്കിലും സംഭവത്തിൽ അട്ടിമറി സാധ്യതയും കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ 2 പ്രതികളാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ ചോദ്യം ചെയ്യുകയാണെന്നും കൊല്ലം റൂറൽ SP സാബു മാത്യു പറഞ്ഞിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള ഒരാൾക്കെതിരെ 11 ക്രിമിനൽ കേസുകളും മറ്റൊരാൾക്ക് 5 ക്രിമിനൽ കേസുകളും ഉണ്ടെന്നും റൂറൽ SP പറഞ്ഞു. പ്രതികളെ പിടികൂടുന്നതിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങളാണ്. 2 യുവാക്കൾ ചേർന്ന് റോഡരികിൽ കിടന്ന ടെലിഫോൺ പോസ്റ്റ് എടുക്കുന്ന വീഡിയോ പോലീസും ശേഖരിച്ചിരുന്നു. ഇതുവഴിയായിരുന്നു അന്വേഷണം പുരോഗമിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവ സ്ഥലത്ത് നിന്ന് പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ CCTV ദൃശ്യങ്ങൾ ആദ്യം പോലീസിന് ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം നടക്കുന്നത്. കുണ്ടറയിൽ ഓൾഡ് ഫയർഫോഴ്സ് ജംഗ്ഷന് സമീപത്ത് റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് കിടക്കുന്നത് പ്രദേശവാസിയായ യുവാവാണ് പോലീസിനെയും റെയിൽവേ ജീവനക്കാരെയും അറിയിച്ചത്. തുടർന്ന് അവർ സംഭവ സ്ഥലത്തെത്തി പോസ്റ്റ് നീക്കം ചെയ്തു. 2 തവണയാണ് പോസ്റ്റ് റെയിൽവേ പാളത്തിൽ വെച്ചത്. സമീപത്തായി റോഡരികിൽ കിടന്ന പഴയ പോസ്റ്റാണ് പാളത്തിൽ കണ്ടതെന്നും നാട്ടുകാർ പറയുന്നു. പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യമിട്ട് നടന്ന അട്ടിമറി നീക്കമാണെന്നാണ് നിഗമനം. പാലരുവി എക്സ്പ്രസിനെ അപായപ്പെടുത്താനായിരുന്നു നീക്കമെന്ന് കോൺഗ്രസും BJPയും ആരോപിച്ചിട്ടുണ്ട്. അട്ടിമറി നീക്കമാണെന്ന് സ്ഥലം MLA PC വിഷ്ണുനാഥും ആരോപിച്ചിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 1:20-നാണ് പോസ്റ്റ് വെച്ചിട്ടുള്ളത് കണ്ട് കുണ്ടറ ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെ ഗേറ്റ് കീപ്പർ ആനന്ദിനെ വിവരം അറിയിച്ചത്. ആനന്ദ് കുണ്ടറ റെയിൽവേ സ്റ്റേഷനിലും ഏഴുകോണം പോലീസിലും അറിയിച്ചു. SIയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പോസ്റ്റ് മാറ്റുകയും റെയിൽവേ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. വിവരം അറിഞ്ഞെത്തിയ RPF ഉദ്യോഗസ്ഥർ പുലർച്ചെ 3:30 നടത്തിയ അന്വേഷണത്തിൽ ട്രാക്കിൽ വീണ്ടും പോസ്റ്റിന്റെ ഭാഗം ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. 2 തവണ ട്രാക്കിൽ പോസ്റ്റ് കണ്ടതാണ് പിന്നീട് ദുരൂഹത പടർത്തിയത്. 2ാം തവണ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നെങ്കിൽ മിനിറ്റുകൾക്കകം കടന്നുപോകുന്ന തിരുനെൽവേലി പാലരുവി എക്സ്പ്രസ് പോസ്റ്റിലിടിച്ച് വൻ ദുരന്തമുണ്ടാകുമായിരുന്നു. റെയിൽവേ പോലീസ്, RPF, മധുര റെയിൽവേ ക്രൈംബ്രാഞ്ച് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. ഏതായാലും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റാർക്കെങ്കിലും ഈ ഒരു കൃത്യത്തിൽ പങ്കുണ്ടോ എന്നുള്ളതടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ്. കാരണം വലിയൊരു അപകടം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്.